അറങ്കുസീബ്, താങ്കളുടെ വീട് എവിടെയാണ് ശരിക്കും? എന്റെ വീട് ആലുവ കമ്പനിപ്പടിയിലാണ്. കമ്പനിപ്പടിയിലാണ്. എവിടെ വരെ പഠിച്ചു? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. എങ്ങനെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപിടി കേസിലൊക്കെ പെട്ടോ അന്ന്? അല്ല, അന്ന് അടിപിടി കേസൊന്നുമില്ല. രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ടായിരുന്നു? അല്ല, അന്ന് KSUവിൻ്റെതായിട്ട് ഉണ്ടായിരുന്നു. പാർട്ടി നേതാവായിരുന്നു? സ്കൂളിലെ ഇതായിട്ട് അത്യാവശ്യം പരസ്യമുള്ളല്ലേ അവിടെ രീതിയിൽ. ഓക്കെ. ഇത് ശരിക്കും ഈ കേസുകളിൽ പെട്ടുപോയി എങ്ങനെയാ? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേസ് ഒരു ചെറിയൊരു കേസ് വന്നായിരുന്നു സ്കൂളിൽ തന്നെ. വീട്ടിലൊരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് 6 പെങ്ങന്മാരാണുള്ളത്. ഞാൻ മാത്രമേ ഉള്ളൂ. ഓ, അത് ശരി. ഇവരെ കല്യാണം കഴിപ്പിച്ചൊക്കെ അയച്ചോ? എല്ലാവരും കല്യാണം കഴിച്ചു. ഓക്കെ. ഫാദറിന് എന്തായിരുന്നു ജോലി? ഫാദറിന് ബോൾ ബെയറിംഗിന്റെ ബിസിനസ് ആയിരുന്നു. ബോൾ ബെയറിംഗ്. ഉമ്മയ്ക്കോ? ഉമ്മ വീട്ടിൽ തന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു അത് ആദ്യത്തെ സംഭവം? ആദ്യം മനഃപൂർവ്വം. ഭയമുള്ള ആളാണോ താങ്കൾ? എനിക്ക് ഭയമില്ല. പേടിയില്ല? ഇല്ലില്ല. പേടി നമുക്ക് മാത്രമേ ഉള്ളൂ. അല്ല, പേടി ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ ആദ്യം ഒരു ആവേശത്തിന്റെ പുറത്ത് 1-2 കേസിൽ പോയി പെട്ടതാണ്. പിന്നെ നിരന്തരമായിട്ട് പോലീസുകാര് ഇപ്പൊ പല സ്ഥലത്ത് എന്ത് നടന്നാലും നമ്മളെ വന്ന് പൊക്കിക്കൊണ്ടുപോകും. പിന്നെ നടന്നാലും നമ്മളെ പിടിക്കും. ആദ്യം കമ്പനിപ്പടി ഭാഗത്താണെങ്കിലും എന്തിനുവേണ്ടി നമ്മൾ തന്നെ എടുത്തിട്ട് പോവാറ്. പിന്നെ അതിനുശേഷം പല കാര്യങ്ങളിലും പല വിഷയങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ വെറുതെ വിളിച്ച് സ്റ്റേഷനിൽ നിർത്താം. അന്നെന്ന് പറഞ്ഞാൽ 6 കൊല കൂട്ടക്കൊല നടന്ന കേസ്. ഈ കരുതൽ തടങ്കൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായോ? ആദ്യം ഉറപ്പായിട്ടും ഈ അവസാന സമയത്ത് വരെയും പിടിച്ചുകൊണ്ട് നിർത്തേക്കായിരുന്നു. ആയങ്കയുടെ കേസിലും പിടിച്ചോ? പിടിച്ചോ. ന്യൂസിലൊക്കെ. നമ്മളുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അല്ല, അറിയണാണ്. നമ്മളായിട്ട് കമ്പനിയാണ്, കൂട്ടി തന്നെയാണ്. അപ്പൊ എല്ലാം കൂടെ ഇപ്പൊ എത്ര കേസിൽ പെട്ട് കാണും? ഒരു 10-22 കേസിൽ പെട്ട് ഇപ്പൊ എല്ലാം തീർന്നു. 7 കേസോളം നിലവിലുണ്ട്. ഇപ്പൊ എങ്ങനെയാ നമ്മുടെ ലൈഫിന്റെ സ്റ്റൈൽ? വളരെ മാന്യമായിട്ട് ജീവിച്ചു പോണാണ്. എന്നിട്ട് പോലും പല കേസിൽ ഇപ്പൊ പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ സാറ് തന്നെ ഒരു 3 മാസം മുമ്പ് തന്നെ വീഡിയോ എന്തോ ഇട്ടു. അതെ, സാറ് ഒരു ദുബായ് സെക്സ് റാക്കറ്റ് കേസ് എന്ന് പറഞ്ഞൊരു കേസ് വന്നായിരുന്നു. ആ കേസിനെ പറ്റിയിട്ട് ഒരു കഥകളൊന്നും അറിയാത്ത രീതിയിൽ പല ചാനലുകളിലും ആ കുട്ടികളെയൊക്കെ ഒരുപാട് അതിലേക്ക് എടുത്തിട്ട് ഒരുപാട് വളരെ മോശമായ പ്രശ്നം. നിങ്ങോട്ട് ചെക്ക് ചെയ്യാൻ കിട്ടതല്ലേ നമുക്ക് ഈ വാർത്ത വരുമ്പോഴേ? അങ്ങനെ പറ്റിയതെന്ന് തോന്നുന്നത്. അല്ല, ചെക്ക് ചെയ്യേണ്ടതല്ല. ഒരു വാർത്ത ഒരു കാര്യങ്ങൾ അറിയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ വെറുതെ ഇരുന്നോട് ചാനലിൽ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാര്യം ശരിക്കും ഇപ്പൊ ഈ കേസ് ശരിക്കും ഓപ്പോസിറ്റ് ആയി. പ്രതികൾ വാദി പ്രതിയായി. എന്നിട്ട് ഇപ്പൊ പ്രതികളെല്ലാരും ഇപ്പൊ പരാതി കൊടുത്ത ആൾക്കാരൊക്കെ ദുബായിക്ക് മുങ്ങിയേക്കാണ്. അവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും കൊടുത്തു. അതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാൽ ഏത് കേസാ അത്? അത് ഇപ്പൊ സെക്സ് റാക്കറ്റ് കേസ് ദുബായ്. അതിൽ ഞാനതിൽ പൈസ വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. കാര്യം എനിക്ക് ഒരു ബന്ധമില്ല കേസിൽ. ശരിക്കും പറഞ്ഞൊരു വലിയൊരു കേസ് മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഇവര് ഒരു പെൺകുട്ടീനെ ക്രൂരമായി, ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ ക്രൂരമായി റേപ്പ് ചെയ്തതിനു ശേഷം അത് മറച്ചു വെക്കാനായിട്ട് ഇങ്ങനെ ഒരു കേസ് ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് പേരെ അതിൽ പെടുത്തിയതാണ്. 3 മാസം വരെ ദുബായിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ പെടുത്തിയതിനു ശേഷം ആണ് ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് അവരിപ്പോ പോയേക്കണം. അവർക്കെതിരെ ഇപ്പൊ വാദി പ്രതിയായി. അതൊരു ചാനലിൽ നമ്മൾ കാണുന്നില്ല. ഉറപ്പായിട്ടും ജയിലിൽ കിടന്നോ ഈ കേസിലാണോ? അല്ല, ഏതെങ്കിലും കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. കുറെ കാലം കിടന്നു. അപ്പൊ ഇതിനെ നിങ്ങളെ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും അങ്ങനെയുള്ള ആൾക്കാരും കൂടുതൽ ഉപയോഗിക്കുന്നു. അതുപോലെ വാടക കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുക, റിയൽ എസ്റ്റേറ്റ് പരിപാടി, അങ്ങനെയുള്ള കേസുകളിലൊക്കെ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോയിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പൊ എന്തുവാ നമുക്ക് ജീവിക്കാനുള്ള വഴി? ജീവിക്കാനുള്ളത് ചെറിയ ബിസിനസ് ഉണ്ട്. എന്ത് പരിപാടി അത്? ചെറിയ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള റെന്റിന്റെ പരിപാടികളും ജീവിച്ചു പോകാൻ പറ്റുമോ? കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോകാൻ പറ്റും. ഈ നമുക്കിപ്പോ ഒരിക്കൽ ഇതിൽ നമ്മളിപ്പോ ഇത്തരം അതൊക്കെ പരിപാടിയൊക്കെ ചെയ്തിട്ട് ഒരിക്കൽ നമ്മൾ നന്നാവാൻ തീരുമാനിച്ചാൽ സമൂഹം നമ്മളെ വിടുവോ? സമൂഹം നന്നാകണില്ല, പോലീസുകാരെ നന്നാവാൻ സമ്മതിക്കൂല. അതിനുള്ളൊരു അവസരം അവർ തരൂല. എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ ഈ കേസുകൾ ഉൾപ്പെടെ എല്ലാം ചുമ്മാ തലയിൽ വെച്ച് തരുന്ന കേസുകളാണ്. നമുക്ക് നന്നാവാനായിട്ട് ഇപ്പൊ ഞാൻ ഒരുപാടാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നന്നാവാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കുള്ള അവസരങ്ങൾ ഒന്നും കൊടുക്കില്ല. ഇപ്പൊ ഞാൻ രാവിലെ എന്ത് കഴിക്കണത്, രാത്രി അവിടെ കിടന്ന് ഉറങ്ങണമെന്ന് വരെയും പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇത് നന്നാവാനായിട്ടൊരു ചാൻസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാര്യം എല്ലാത്തിനും മാറി ഒതുങ്ങി നിന്നാലും പല കേസുകളിലും വാർത്ത വരുമ്പോൾ ഫസ്റ്റ് ഔറംഗസീബിനെ പിടിച്ചു, ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുള്ളൂ, അപ്പൊ ചാനലിൽ കാണാൻ പറ്റും എന്നെ പിടിച്ചെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു ഓൾറെഡി നമ്മൾ ഗുണ്ടകളാണല്ലോ, ഈ ഗുണ്ടകളാവണത് എങ്ങനെയാണ്? താങ്കൾ സൗഹൃദത്തിലാണോ ഇപ്പോഴും? അല്ല, ഇപ്പൊ ഉടക്കായി. എന്താ ഉടക്കാൻ കാര്യം? കുറച്ചു കാലം അയാളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അല്ല, ഒരു 7-8 വർഷം ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉടക്കുന്നല്ല, നമ്മളെ കുറെ ആൾക്കാർ ജനങ്ങളെ പറ്റിച്ചിട്ട് പുള്ളി പോയി കളഞ്ഞു. അപ്പൊ ഓപ്പോസിറ്റ് ആയി ഓൾറെഡി. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് നമ്മളിപ്പം ജീവിതത്തിൽ നമ്മൾ എല്ലാ വർഷവും നമുക്ക് ഈ പരിപാടിയായിട്ട് തുടരാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലും ഒരു മാനസികമായിട്ട് നമുക്കൊരു പശ്ചാത്തലം ഫീൽ ചെയ്യൂ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ ജീവിക്കേണ്ടിയിരുന്നത്? അതിനൊരു ടൈം കിട്ടൂല സാറേ. കാര്യം ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്ത കേസുകൾ ചുമ്മാ വെച്ച് തരാണ്. പിന്നെ നേരെ അകത്തേക്ക് പിടിച്ചു. അകത്ത് കിടന്ന കേസിന്
പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും പിടിച്ചകത്തിട്ടുണ്ട്. അത് താങ്കൾ ഉൾപ്പെടെ ഒരുപാട് പ്രതികൾ സാധാരണ പറയുന്നൊരു കാര്യമായത് പോലീസുകാർ കാരണം നമ്മൾ കേസ് കെട്ടിലാകുന്നു എന്നുള്ളത്. അല്ല, ഈ കേസ് തന്നെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഈ കേസ് തന്നെ ഞാൻ ആയങ്കയുടെ കേസാണത്. അല്ല, അത് ആയങ്കയുടെ കേസ് കഴിഞ്ഞതിന് ശേഷം അതിന് മുന്നേ കാപ്പ ചുമത്തിയോ? കാപ്പ തുടക്കത്തില് തമ്മനഷായ ഇതിൽ വന്ന സമയത്ത് പോലീസുകാർ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇല്ല, സമ്മതിക്കാൻ 24 മണിക്കൂർ ഇത് തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.